അവൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഇന്ന് ഏപ്രിൽ 13 കർത്താവിൻ്റെ ദിവസം ഓശാന ഞായറാഴ്ച. നമുക്ക് പ്രാർത്ഥിക്കാം. അമ്മേ പരിശുദ്ധമേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 തീയതി ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ വസ്തുനിഷ്ഠവും സഭാത്മകവുമായ പഠനങ്ങൾ ആരംഭിക്കുവാൻ ഞങ്ങൾ താഴ്മയോടെ അങ്ങയോട് അപേക്ഷിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പരമക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, കർത്താവ് നിങ്ങളെ ആശീർവദിക്കട്ടെ. എൻ്റെ അമ്മ പരിശുദ്ധ മാതാവിൻ്റെ മാധ്യസ്ഥ ഞാൻ പ്രാർത്ഥിക്കുന്നു. 39 കൊല്ലം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യുഗതയാൽ കൃപാസാൽത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധമ്മയുടെ മാധ്യസ്ഥതയിൽ അൽത്താരെ നടന്ന 10,000 ആരാധനയുടെ ശക്തിയാൽ ഞാൻ നിങ്ങളെ ജീവിതത്തെ ആശീർവദിക്കുന്നു. നിങ്ങളുടെ പരിശുദ്ധാത്മ നിറയടയാകട്ടെ. വിശുദ്ധ വാരത്തിലേക്ക് നമ്മൾ ഒരുമിച്ച് പ്രവേശിക്കുകയാണ്. കർത്താവിൻ്റെ ദിവ്യസ്നേഹത്തിൻ്റെ ആഘോഷങ്ങളിലേക്ക് അനുതാപപൂർവ്വം പ്രവേശിക്കുകയാണ് നമ്മൾ. ആത്മാവേ, പരിശുദ്ധാത്മാവേ,
അങ്ങയുടെ കർത്താവിൻ്റെ പീഡാനുഭവത്തിൻ്റെ ആഴവും വീതിയും നീളവും മനസ്സിലാക്കുന്ന ദിവസങ്ങളായി മാറാൻ ഞങ്ങൾ ഈ ആഴ്ചയിൽ കൂടുന്ന കുരിശിൻ്റെ വഴികൾ, ഈ ആഴ്ചയിൽ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകൾ, വായിക്കുന്ന ദൈവവചനങ്ങൾ, കേൾക്കുന്ന ധ്യാന പ്രസംഗങ്ങൾ എല്ലാവരിലൂടെയും കർത്താവേ അങ്ങയുടെ മക്കളോട് നീ സംസാരിക്കണമേ. ആകെ പൊടി പിടിച്ച് പുകഞ്ഞു നിൽക്കുന്ന ഒരു പ്രകൃതിയിലേക്ക് പുത്തൻ മഴ വീഴുമ്പോൾ ഉണ്ടാകുന്ന പ്രകൃതിയുടെ ഒരു പ്രസരിപ്പ് ഉണ്ടല്ലോ കർത്താവേ, അതുപോലെ വിശുദ്ധവാരം ഞങ്ങളെ പുതുതാക്കുകയും പൂർണ്ണതയിലെത്തിക്കുകയും ചെയ്യട്ടെ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ നിന്നെ ആശീർവദിക്കുന്നു. നിൻ്റെ ഇന്നത്തെ നിയോഗങ്ങളെ കർത്താവിൻ്റെ നാമത്തിൽ ആശീർവദിക്കുന്നു. നിൻ്റെ സംസാരങ്ങളെ, അപേക്ഷകളെ, നീ ഒപ്പിടുന്ന വിഷയങ്ങളെ, നിൻ്റെ റിസൾട്ടുകളെ, വരാൻ പോകുന്ന പരീക്ഷാ റിസൾട്ടുകളെ ആശീർവദിക്കുന്നു. നിന്നെ ഉത്കണ്ഠപ്പെടുത്തുന്ന എന്താണോ, നിന്നെ ആശങ്കപ്പെടുന്ന വിഷയങ്ങൾ, നീ കാത്തിരിക്കുന്ന സങ്കടങ്ങൾ, ഇന്ന വിഷയത്തിനും ഇന്ന തീയതികളും ചിലപ്പോൾ നിനക്ക് സങ്കടത്തിൻ്റെ ഓർമ്മകളാണ് തരണത്. അപ്പം അങ്ങനെ സംഭവിക്കാതിരിക്കാൻ ടെസ്റ്റുകൾ ഇനി പോകുന്നവരുണ്ട്. ശരീരത്തിൻ്റെ രോഗത്തിന് ടെസ്റ്റിന് പോകുന്നവരുണ്ട്. ടെസ്റ്റിൻ്റെ റിസൾട്ട് ഇന്ന് പ്രതീക്ഷിക്കുന്നവരുണ്ട്. എൻ്റെ കർത്താവേ, അങ്ങയുടെ മക്കൾ അങ്ങയുടെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. ആരെങ്കിലും ബ്ലഡ് ടെസ്റ്റിന് കൊടുത്തിട്ടുണ്ടെങ്കിൽ, ബയോപ്സിക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ടെസ്റ്റുകളെല്ലാം കർത്താവെ സന്തോഷപരമായി മാറാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തെ ഉറക്കമില്ലാത്തവരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രഷറുകാരെയും ഷുഗർ ഷൂട്ടപ്പ് ചെയ്തിട്ട് കൺട്രോളില്ലാതെ പോകുന്നവരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. കിഡ്നി രോഗികളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. കരരോഗികളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. നടുവലിൻ്റെയും ഡിസ്കിൻ്റെ വേദന കൊണ്ട് പിൻകഴുത്തിൽ എല്ല് ഉന്തിയിരിക്കുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കണ്ണിന് കാഴ്ച കുറവുള്ളവരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. മൂക്കിന് ദശ വളരുന്നവരെയും കർണത്തിൽ ഒലിപ്പുള്ളവരെയും സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. വായിൽ കേടുള്ളവരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. ഉച്ചമുറുള്ളം കലവരെ കർത്താവിൻ്റെ രക്തം പടരട്ടെ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തെക്കുറിച്ചിൻ്റെ അടയാളത്തിൽ ദൈവശക്തിയാൽ നീ ഇന്ന് അനുഗ്രഹിക്കപ്പെടുകയും നീ ഈ ദിവസം നിനക്ക് അനുഗ്രഹമാവുകയും ചെയ്യട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് അവസാന ഞായറാഴ്ചയാണ്. കർത്താവ് ജനലക്ഷങ്ങളുടെ അകമ്പടിയോടുകൂടി ജെറുസലേം ദേവാലയത്തിൽ വിജയശ്രീലാളിതനായി പ്രവേശിക്കുന്ന ഭയങ്കര ട്രയംബൻ്റ് ആൻഡ് മാഗ്നിഫിഷ്യൻ്റ് ഡേ. അത് നൽകുന്ന ഒരു താക്കീതുണ്ട്. എന്താ, മനുഷ്യൻ്റെ കരബലം ഇല്ലാഞ്ഞിട്ടല്ല, പിതാവിൻ്റെ ഇഷ്ടപ്രകാരമാണ് ഞാൻ എന്നെ തന്നെ നിങ്ങൾക്ക് സമർപ്പിക്കണമെന്ന്. അതാണ് ജനക്കൂട്ടത്തിൻ്റെ അകമ്പടിയോടുകൂടിയാണ് പീഡാസഹനത്തിന് വേണ്ടി വരണത്. ആ ഒരു യുദ്ധമാണ് ശരിക്കും. യുദ്ധം ആരംഭിക്കുക എന്ന അർത്ഥം. യുദ്ധം ആരംഭിക്കുന്ന മുമ്പ് അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ശത്രുവിനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നുണ്ട്. ജെറുസലേം പ്രവാസികന്മാരെ കൊല്ലുകയും നിന്നിലേക്ക് അയക്കുന്നവരെ കല്ലെറുകയും ചെയ്യുന്നവളെ, പിട്ടക്കോഴി തൻ്റെ കുഞ്ഞിനെ അതിൻ്റെ ചിറകിൻ്റെ കീഴിൽ ഒതുക്കുന്ന പോലെ എത്ര കാലം ഞാൻ നിന്നെ സംരക്ഷിക്കാൻ വേണ്ടി ആഗ്രഹിച്ചു. നിന്നെ രക്ഷിക്കാൻ വന്ന് എന്നെ പുറന്തള്ളുമ്പോൾ ഇപ്സോഫാത്തോ ബൈ നോ മീൻസ് നീ നിന്നെ തന്നെ പുറന്തള്ളണത്. അതുകൊണ്ടാണ് നിൻ്റെ സന്ദർശന സമയം നീ അറിഞ്ഞില്ലെന്ന് പറയുന്നത്. ക്രിസ്തുവിനെ അറിയുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രിസ്തു നമ്മുടെ ജീവിതത്തിൽ സന്ദർശിക്കുന്ന സമയത്തെ അറിയുന്നതിന് അർത്ഥം. ലൂക്ക 19:43-44. ശത്രുക്കൾ നിനക്ക് ചുറ്റും പാളയമടിച്ച് നിന്നെ വളയുകയും എല്ലാ ഭാഗത്തും നിന്ന് നിന്നെ ഞെരുക്കുകയും ചെയ്യുന്ന ദിവസങ്ങൾ വരും. നിന്നെയും നിന്റെ മക്കളെയും നശിപ്പിക്കുകയും നിന്നിൽ കല്ലിന്മേൽ കല്ല് ശേഷിപ്പിക്കാതിരിക്കുകയും ചെയ്യും. എന്തെന്നാൽ നിന്റെ സന്ദർശന ദിനം നീ അറിഞ്ഞില്ല. ഇപ്പം ക്രിസ്തു എന്ന് പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ ആ വരവ് ഒരു സഹനത്തിൻ്റെ സാഹചര്യവും ഒരു സഹനത്തിൻ്റെ ഒരു സുഗന്ധം വരും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ പന്തിയില്ലാത്ത കാര്യങ്ങളായിരിക്കും. പക്ഷേ
നല്ല ബോധമുള്ളവൻ കർത്താവിൻ്റെ അനന്തമായ സാധ്യതയാണ് എൻ്റെ ജീവിതത്തിൽ ബലം പ്രാപിക്കാൻ പോകുന്നതെന്ന് വിചാരിച്ചുകൊണ്ട് സങ്കടങ്ങൾ, ക്രിസ്തുവിൻ്റെ സന്ദർശനങ്ങൾ പലപ്പോഴും നമ്മുടെ സങ്കട സമയത്തായിരിക്കും. പലരും ക്രിസ്തുവിനെ തിരിച്ചറിഞ്ഞത് സങ്കടം കൊണ്ടല്ലേ, സന്തോഷം കൊണ്ടാണ്. സന്തോഷം കൊണ്ട് ക്രിസ്തുവിനെ തിരിച്ചറിഞ്ഞ ആരെങ്കിലും ഇന്നുവരെ ഞാൻ കണ്ടിട്ടില്ലേ. എല്ലാവരും ക്രിസ്തുവിനെ തിരിച്ചറിഞ്ഞിരിക്കുന്നത് സങ്കടം കൊണ്ടാണ്, സങ്കടകാലത്താണ്. ഈ സങ്കടകാലം തന്നെയാണ് ഈ 1944 പറയുന്ന സന്ദർശനകാലം. സന്ദർശനകാലം തന്നെയാണ് സാധ്യതാകാലം. സാധ്യതകാലം എന്ന് പറയുന്നതാണ് ക്രിസ്തു ആകുന്ന അനന്തമായ സാധ്യതയെ നമ്മൾ അനുഭവിക്കുന്ന കാലം, ക്രിസ്തു അനുഭവിക്കുന്ന കാലം. അപ്പം സങ്കടകാലമാണ് സന്ദർശനകാലം, സന്ദർശനകാലമാണ് അതായത് സാധ്യതാകാലം. അപ്പോൾ സങ്കടം വരുമ്പോൾ ഒരു സാധ്യത വന്നു, ക്രിസ്തുവിനെ അറിയാനുള്ള ഒരു സാധ്യത വന്നു എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ നീ അതിൽ സമർപ്പണം ഉണ്ടാകണം. അപ്പം സങ്കടകാലം, സന്ദർശനകാലം, സന്ദർശനകാലം, സാധ്യതകാലം, സാധ്യതകാലം, സമർപ്പണകാലം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.